ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിങ് വിശേഷം, അതായത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കഥയുടെ ബാലൻസ് ആണ് പറയുന്നത്. അപ്പൊ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചി വന്നിരിക്കുകയാണ്. ചേച്ചിയും അതുപോലെ സ്റ്റാൻലിയുടെ മൂത്ത മകളോ ഇളയ മകളോ അങ്ങാണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വന്നു നമ്മുടെ അലീനയെ പറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 3 മാസത്തിനുള്ളിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല എങ്കിൽ പള്ളിക്കാരെയും പട്ടക്കാരെയും ഒക്കെ ആയിട്ട് അവിടെ ഒരു എന്താ പറയാ പ്രക്ഷോഭം തന്നെ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന റീത്താമ്മ എന്നാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചിയുടെ പേര്. സ്റ്റാൻലിയുടെ ഭാര്യയുടെ പേരെന്ന് പറയുന്നത് എൽസമ്മ എന്നാണ്. അപ്പൊ റീത്താമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളല്ല, നമ്മുടെ ഈ റീത്താമ്മയാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൽസമ്മയുടെ. ഈ സ്റ്റാൻലി ആയിട്ട് അത്രയ്ക്ക് ടച്ച് ഇല്ല. അവര് ചെറിയൊരു കൊശൊക്കെയാണ്. അവർ തമ്മിൽ അത്രയ്ക്ക് ടേമിലല്ല ഈ സ്റ്റാൻലി ആയിട്ട്, സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളൊക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലി ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നും അതേത് പെങ്കൊച്ചാണെന്ന് അറിയത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് വന്ന് ഏതായാലും സ്റ്റാൻലിയുടെ വായിൽ നിന്ന് തന്നെ നല്ല പുരാണം ഇവര് കേട്ടു. എന്റെ മകളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോണെന്നൊക്കെ പറഞ്ഞ് അലീനോട് 2 ചാട്ടമൊക്കെ ചാടിയിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. ഏതായാലും അലീന ഇതൊക്കെ കണ്ടു പേടിക്കോ? ഇതിനേക്കാളും വലിയ ഭൂതം നമ്മുടെ വൈജയനെ കണ്ടിട്ട് അലീന പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ ഈ പറയുന്ന റീത്താമ്മ. ഏതായാലും റീത്താമ്മ ചില്ലറക്കാരിയൊന്നും അല്ല. ഈ പറയുന്ന റീത്താമ്മയ്ക്കും എൽസമ്മയ്ക്കും കൂടി ഒരു 4 സഹോദരങ്ങളാകാണ്ടേ. 4 സഹോദരങ്ങൾ, അതായത് 4 ആങ്ങളമാര്. സഹോദരങ്ങളാണ്, ആങ്ങളമാരാണ് 4 എണ്ണം ഉള്ളത്. അപ്പൊ ഇവന്മാരോടങ്ങ് ചെന്ന് വിളമ്പുകയാണ് എല്ലാം. അവിടെ അവൻ സ്റ്റാൻലി ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഉളുപ്പില്ലാതെ പറയാണ്. അത് ആരാണെന്നാണെന്ന് പറയുന്നത്, അത് വേറെ ആരുമല്ല, അത് അവന്റെ മകളാണെന്ന്. ഏതോ ബന്ധത്തിലുണ്ടായിരുന്ന 10-23 വർഷം മുമ്പ് ഏതോ ബന്ധത്തിലുണ്ടായിരുന്ന ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. എനിക്ക് കേട്ടിട്ട് തന്നെ അങ്ങോട്ട് ഉരിഞ്ഞു പോയില്ലേ. ഞാൻ അവിടെ നിന്ന് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 4 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരെണ്ണത്തിന് സ്റ്റാൻലിനെ കാണുമ്പോൾ കൂട്ടിയിരിക്കാതിരിക്കത്തില്ലല്ലോ എന്ന്. ഇത് കേട്ടതും നമ്മുടെ ആങ്ങളമാരിൽ ഒരാൾ പറഞ്ഞു, അത് പിന്നെ എന്റെ പൊന്നു റീത്താമ്മേ, നീ ഒരു കാര്യം ഓർക്കണം. അവിടെ കടിച്ചു കീർന്ന് കുറെ പട്ടികളുണ്ട്. ശവമാക്കുകയും ചിലപ്പോൾ പകുതി മുക്കാല് കടിച്ച് തിന്ന് തീർക്കുകയൊക്കെ ചെയ്യും. അതുപോലെ പട്ടികളുടെ ഇടയ്ക്കല്ലേ അവൻ താമസിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ എന്റെ പൊന്നു റീത്താമ്മ? ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഓ, അവന്റെ സ്വഭാവം അറിയാലോ. അവന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇനി പോണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, വലിയ ടൂറിസ്റ്റ് ബസ് പിടിച്ച് അതിൽ നിറച്ച ആൾക്കാരെ ആയിട്ട് ആയുധമായിട്ട് ചെന്നാലും അവനെ പിടിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ കിഴങ്ങന്മാരായിട്ട് ഇവിടെ ഇരുന്നോ? കിഴങ്ങന്മാരെ, വെറും കിഴങ്ങന്മാരെ, അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ? ഒരു ഉപകാരവും ഇല്ല. ആങ്ങളമാരാണ് പോലും, ആങ്ങളമാര്. ദേ ആ സ്റ്റാൻലി, അതായത് ലാലിച്ചൻ നാട്ടോ ഇവര് പറയുന്നത്, സ്റ്റാൻലി എന്നല്ല കേട്ടോ, ലാലിച്ചൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പൊതുവെ നമ്മളുടെ സ്റ്റാൻലിനെ. ലാലിച്ചൻ, അവനെ കണ്ടു പഠിക്ക. ദേ നിങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് നിന്നാലേ അവനൊന്ന് ശ്വാസം വിട്ട എല്ലാം 4 എണ്ണം 4 വഴിക്ക് തെറിച്ച് തെന്നി പാറിപ്പോകും. ഇനി ഞങ്ങൾ ഗുണ്ടകളെ ഇറക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല, ഈ പറയുന്ന സ്റ്റാൻലിയുടെ, അതായത് നമ്മുടെ ലാലിച്ചന്റെ മകള് തന്നെയാണോ അലീന? അതോ വെറുതെ ആണോ? വെറുതെ ഒന്നും അല്ല. ഞാനേ ആ ചിന്നമ്മേനെ പണ്ട് കണ്ടിരുന്നു. ആ ചിന്നമ്മയുടെ അതേ ഷേപ്പാന്ന് ആ കൊച്ചിന്. അതുപോലെ ദേ നമ്മുടെ ഇളയ മോളുടെ ഷേപ്പും ഉണ്ട്, എൽസമ്മയുടെ. അപ്പൊ പിന്നെ ഉറപ്പിച്ചോ, ഇത് അവിഹിതത്തിലുണ്ടായിരുന്ന ബന്ധത്തിലുണ്ടായിരുന്ന പെണ്ണ് തന്നെയാ. പക്ഷെ അത് പറയാനൊരു ഉളുപ്പ് വേണ്ടേ? അത് ഒരു ഉളുപ്പും ഇല്ലാതെയാണ് അവൻ വിളിച്ചു പറയുന്നത്. എനിക്ക് തന്നെ കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, പെരുത്താ ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് പുനലൂരൊന്ന് വിളിച്ചു പറഞ്ഞാലോ, ഔതക്കുട്ടിച്ചാനെ. അപ്പോഴത്തേക്കും ഔതക്കുട്ടിച്ചായനെ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? ഔതക്കുട്ടിച്ചായനൊന്ന് നേരെ ചൊവ്വേ നിൽക്കണമെങ്കിൽ ഈ സ്റ്റാൻലി പറയണ്ടേ, ഈ ലാലിച്ചൻ പറയണ്ടേ? അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലാലിച്ചനെ കാണുമ്പോ മുട്ടു മാത്രമല്ല പലതും വിറയ്ക്കും. അതുപോലെയാണ് ഇപ്പൊ ഔതക്കുട്ടിച്ചായൻ അവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്ത് പറഞ്ഞാലും ഔതക്കുട്ടി നേരിന് നിറയ്ക്കുമൊക്കെ നേരെ നിൽക്കുന്ന ഒരു മനുഷ്യനാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. പിന്നെ അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ,
അവരെ കണ്ട് നമുക്ക് സംസാരിക്കാമെന്നേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെന്ന് നമ്മുടെ റീത്താമ്മയും ഒരു ആങ്ങളെയും കൂടെ ചെന്ന് ഔതക്കുട്ടി ചായനോടും അതുപോലെ ഔതക്കുട്ടി ചായന്റെ അടുത്ത് ഒരു പെങ്കൊച്ചുണ്ടല്ലോ, നമ്മുടെ ആരാ ഔതക്കുട്ടി ചായന്റെ ഇളയ മോന്റെ ഭാര്യ, ആ ഭാര്യയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു അതിശയം. ഇവര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ലാലിച്ചന് ഒരു മകളുണ്ടെന്നോ, മകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചെന്നോ, ലാലിച്ചായനോ, ഷോ അങ്ങനെയോ എന്നൊക്കെ ഈ പറയുന്ന നമ്മുടെ എന്നൊക്കെ ലാലിച്ചന്റെ അനിയന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഔതക്കുട്ടിച്ചായന് കാര്യങ്ങളൊക്കെ അറിയാലോ. ഔതക്കുട്ടിച്ചായൻ വീട്ടിലെത്തിയായിരുന്നേ, നമ്മുടെ പുനലൂർ എത്തിയായിരുന്നു. ഇവരോട് ആരോടും കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടുമില്ല. ഏതായാലും ലാസ്റ്റ് പിടികെട്ട് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. എന്റെ പൊന്ന് ലാലിച്ചന്റെ അനിയനോടും ലാലിച്ചന്റെ അനിയന്റെ ഭാര്യയോടും, എന്റെ പൊന്നും മക്കളെ, അവൻ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അതിലൊരു പെങ്കൊച്ചും ഉണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ. കാരണം നമ്മുടെ റീത്താമ്മ വന്ന് അവിടെ അത്രമാത്രം നാറ്റിച്ചിട്ടുണ്ട് കേട്ടോ, അത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ലാലിച്ചനെ കുറിച്ച് വേണ്ടാത്തതും വേണ്ടതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഈ പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറയാന്നൊക്കെ പറയല്ലേ, അപ്പൊ അതുപോലെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 100ന് 101 പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് ഔതക്കുട്ടിച്ചായന് ഒരു രക്ഷയില്ല. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ പുറപ്പെടുകയാണ് അങ്ങ് കുളുത്തുപുഴയ്ക്ക്. ഇനിയിപ്പൊ അവിടെ ചെന്നിട്ടല്ലേ കാര്യമുള്ളൂ ഔതക്കുട്ടിച്ചായന്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ആണെങ്കിലോ അതിനപ്പുറമുള്ള നാടകങ്ങളാട്ടോ അരങ്ങേറുന്നത്. നമ്മുടെ അലീന സത്യം പറഞ്ഞിട്ടുണ്ട് ലാലിച്ചനെ ഇട്ട് വട്ടം ചുറ്റിക്കാണ്. ലാലിച്ചന് കുറെ എന്താ പറയുക, കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ചിട്ടയായ ജീവിതം. പക്ഷെ ആ ചിട്ട നല്ല ചിട്ടയല്ല കേട്ടോ, നല്ല ചിട്ടയൊന്നും അല്ല. അങ്ങനെ കുടിയും വലിയും അതുപോലെ തന്നെ എന്താ പറയാ, ഭക്ഷണങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അമിതമായിട്ട് കഴിക്കുക, അതൊക്കെ വേസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാകുന്ന വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലോ. അപ്പൊ അലീന പറഞ്ഞു മടുത്തു. ഔസേപ്പിനോടും പറഞ്ഞു മടുത്തു. ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കളയുന്ന എന്തിനാ എന്റെ പൊന്നെ ഔസേപ്പേട്ടാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഔസേപ്പ് എന്ന് നേരെ നമ്മുടെ ലാലിച്ചനോട് പരാതി പറയും, അലീനയുടെ പപ്പയോട് പരാതി പറയും. അപ്പൊ അലീനയോട് ചെന്ന് നമ്മുടെ സ്റ്റാൻലി നല്ല വഴക്കും പറയും കേട്ടോ. നിനക്ക് എന്തിന്റെ കാര്യമാടി, നീ എന്തിനാ ഈ വക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, നിനക്ക് വെച്ചുണ്ടാക്കി തരുന്നത് തിന്നാ പോരേന്ന്. അങ്ങനെ അലീന മടുത്തു, ഇതൊക്കെ കണ്ടു മടുത്തു. അലീന ഈ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് കണ്ടിട്ട് അലീനയ്ക്ക് വേറെ എന്തും സഹിക്കും. അലീന ഈ ഭക്ഷണം കിട്ടാതെ വളർന്നൊരു കൊച്ചാണല്ലോ. നമ്മുടെ അലീനയ്ക്കൊക്കെ ആണേലും ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആഹാരം കഴിക്കുക, എന്തെങ്കിലും കഞ്ഞിയും പയറൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇത് കാണുമ്പോഴത്തേക്കും എങ്ങനെയാ, സഹിക്കാതിരിക്കുവോ? അങ്ങനെ നമ്മുടെ അലീന എന്ത് ചെയ്യുക, ഒരു പുതിയ തീരുമാനം അങ്ങോട്ട് എടുത്തു. ഞാന് ഒരു ദിവസമല്ല, കുറച്ച് ദിവസം ധ്യാനം, അതായത് ധ്യാനം ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ, അപ്പൊ ധ്യാനം ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ സ്റ്റാൻലി ചോദിച്ചു, നീ എന്താണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരാതിരുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ പപ്പയും ഞാനൊരു ചെറിയ ധ്യാനത്തിലാണ്. ധ്യാനമോ, എന്ത് ധ്യാനം, അത് പിന്നെ കുറച്ച് നല്ല കാര്യത്തിന് വേണ്ടിയാ, എന്റെ പപ്പയ്ക്ക് വേണ്ടിയാന്ന്. എനിക്ക് വേണ്ടി നീ ധ്യാനം എടുക്കുന്നു, നിനക്കെന്താ? അത് പിന്നെ പപ്പ ഈ അനാവശ്യമായിട്ട് കിടന്ന ഫുഡ് ഉണ്ടല്ലോ, അതിങ്ങനെ വേസ്റ്റ് ചെയ്ത കളയല്ലേ പപ്പ. ആ പപ്പയ്ക്ക് ഒരുപാട് മഹാപാപം കിട്ടും അറിയാമോ? നമുക്ക് ഏറ്റവും കൂടുതൽ പാപം കിട്ടുന്ന ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഫുഡിന്, അതിനൊക്കെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ പപ്പേ? അതുകൊണ്ട് എന്റെ പപ്പയ്ക്ക് പാപം കിട്ടാതിരിക്കാൻ വേണ്ടി ഞാന് ധ്യാനം എടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഞാനങ്ങ് ധ്യാനിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ നീ എന്നോട് വാശി കാണിക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇത് വാശിയൊന്നും അല്ല, ഇതൊരു ധ്യാനം തന്നെയാണ്. ഏതായാലും ഇത്രയും വേസ്റ്റ് കളയല്ലേ, ഇതൊക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയല്ലേ, ഇതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങനത്തെ ദഹിക്കുന്നില്ല. ഞാൻ എന്തിനാ വെറുതെ ഈ ആഹാരം കഴിക്കുന്നത്, ദഹിക്കേണ്ട ആഹാരം കഴിച്ചാല് ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപവാസമാ എന്ന്. ധ്യാനമല്ലാട്ടോ, സോറി, ഉപവാസം സോറി കേട്ടോ, ഉപവാസമാ, സോറി കേട്ടോ, എല്ലാവരും ക്ഷമിച്ചേക്കണേ. അപ്പൊ ഉപവാസമാന്ന് പറയാണ്. അപ്പം ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, നീ ഉപവാസം എടുക്കുവാണെങ്കിൽ എടുക്കല്ല, അതിപ്പോ എന്ത് ചെയ്യാനാ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നീ എടുക്കുവാണെങ്കിൽ എടുക്ക് പെണ്ണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി ലാലിച്ചൻ അങ്ങ് മാറിപ്പോയി. അലീന ഏതായാലും ഉപവാസം അങ്ങ് എടുക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പം എന്തും വരട്ടെ, എന്തും ആയിക്കോട്ടെ, ഉപവാസം എടുത്തിട്ടേ ഉള്ളൂ അലീന. ഉപവാസം എടുക്കാൻ വേണ്ടി അലീന അങ്ങ് തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് അലീന അങ്ങോട്ട് ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഔതക്കുട്ടി വരികയാണ്. ഔതക്കുട്ടി വന്നതും നമ്മുടെ അലീന ഔതക്കുട്ടിയുടെ വണ്ടി കണ്ടത് ഓടി ഇറങ്ങി വരിക. അപ്പം ഔതക്കുട്ടി ആയിട്ടാണ് നല്ലൊരു ടൈംസ് ഉള്ളത് നമ്മുടെ അലീന. അപ്പം ഔതക്കുട്ടി വന്നതും, ഇതെന്തു പറ്റി വല്യപ്പച്ചൻ, ആഹാ കൊള്ളാലോ, വലിയപ്പച്ചൻ എന്തുണ്ട് വിശേഷം വല്യപ്പച്ചാന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എന്ത് വിശേഷം, ഞാൻ ഇന്നലെ അല്ലേടി അങ്ങ് പോയത്, ഇതിനിടയിൽ എന്ത് വിശേഷം സംഭവിക്കാനാ? ആണല്ലേ, ഇന്നലെ അല്ലേ വല്യപ്പച്ചൻ ഇവിടുന്ന് പോയത്, പക്ഷെ വല്യപ്പച്ചൻ ഇവിടുന്ന് പോയപ്പോ എനിക്ക് ഒരു യുഗം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. ഓ അത്ര മാത്രമായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി, പപ്പയും മോളും കൂടെ വഴക്കൊക്കെ ആയോ?
പറഞ്ഞു പപ്പയും മോളും വഴക്ക്. ദേ എവിടെ നിന്ന് കിട്ടി എന്റെ പൊന്നു വല്യപ്പച്ച, എന്റെ തങ്കക്കുടം പോലത്തെ വല്യപ്പച്ചന് ഇതുപോലെ ഒരു മോനെ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ എന്നാ ചെയ്യാനാന്നേ, ചിലതുങ്ങൾ അങ്ങനെ ആയി പോയി. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ ചോറൊക്കെ ആയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ചോറ് ഔസേപ്പേട്ടനെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാനേ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അതെന്താ മോള് ഭക്ഷണം കഴിക്കാത്തത്? അതേ, അപ്പോഴത്തേക്ക് ഔസേപ്പച്ചൻ വന്നു, ഔസേപ്പ് വന്നിട്ട് പറഞ്ഞു, ആ അവള് ഭക്ഷണം കഴിക്കുന്നില്ലെന്നാ പറയുന്നത്, കുഞ്ഞിന് ഇനി മുതൽ ഭക്ഷണം വേണ്ടത്രേ, അവൾ ഇന്ന ദിവസം മുഴുവനും അവള് ഉപവസിക്കുക എന്നാ പറയുന്നത്. ഉപവസിക്കുവോ? എന്തിനാ ഉപവാസം? എന്താ മോളെ, എന്തിനാ മോള് ഉപവസിക്കുന്നത്? ഉപവാസം എന്തിനാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇന്ന് വെള്ളിയാഴ്ച ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ ഉപവാസം എടുക്കാൻ എനിക്ക് തോന്നി, അതും പപ്പയുടെ അല്ല, വല്യപ്പച്ചന്റെ പപ്പ കാരണം തന്നെയാ ഞാൻ ഈ ഉപവാസം എടുക്കുന്നത്. സത്യം പറയാലോ, എന്റെ പൊന്നു വല്യപ്പച്ചനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഒന്നും പറയാത്തത്. എന്ത് ഫുഡാണ് ഇവിടെ വേസ്റ്റ് ആക്കി കളയുന്നത്? അതൊക്കെ കണ്ടിട്ട് ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കണ കാര്യമല്ല. അതുകൊണ്ട് ഞാനേ ഇത് വാശിയുടെ പുറത്ത് തന്നെയാണെന്ന് കൂട്ടിക്കോ. ഞാനേ ധ്യാനം ഇരിക്കുക. ഞാൻ ധ്യാനം ഇരുന്ന് ഉപവാസം ഇരുന്ന്, ധ്യാനം അല്ലാട്ടോ സോറി, ഉപവാസം ഇരുന്ന് കഴിഞ്ഞ് ഒരു നോക്കട്ടെ, ഇന്ന് ഞാൻ ഏതായാലും ഫുഡ് കഴിക്കുന്നില്ല, ചിലപ്പോൾ നാളെ കഴിക്കും, മറ്റന്നാൾ ചിലപ്പം ഉപവാസം ഇരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ കൊള്ളാലോ, പപ്പയും മോളും ഇവിടെ കിടന്ന് ഇങ്ങനെ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അതിന് പപ്പ ഉപവാസം ഒന്നും എടുക്കുന്നില്ലല്ലോ. ഞാൻ ഏതായാലും ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു, ഞാൻ ഉപവസിക്കുക തന്നെയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അങ്ങ് ദേഷ്യമായിട്ടോ. ഔതക്കുട്ടിച്ചായന് നേരെ സ്റ്റാൻലിയുടെ അടുത്ത് നിന്നിട്ട്, എന്താണാ നീ കാണിക്കുന്നത്? ഒരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെങ്കൊച്ചിന് പട്ടിണി കിടുവാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ആര് പട്ടിണി കിട്ടു? ഇള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ. തന്നെ വാരി തിന്നാൻ അറിയാലോ, തന്നെ എടുത്തു തിന്നാൻ അറിയാലോ, ഇള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാന്ന് പറഞ്ഞപ്പോ, തന്തയും മോളും കൂടെ ഇങ്ങനെ വാശിയും കാണിച്ചോണ്ടിരിക്കും. എന്റെ പൊന്നോ, ആ പെങ്കൊച്ച് വന്നപ്പോ എന്ത് മെനക്ക് വന്നത്, ആ പെങ്കൊച്ചിന്റെ കവളൊക്കെ ഒട്ടി. ഇത് എന്തൊരു കോലമാടാ ഇത്. ഇനിയിപ്പം അങ്ങ് അവിടെ കൊല്ലത്തുനിന്നല്ലല്ലോ സോറി, പാലയെന്നൊക്കെ ആരെങ്കിലും അന്വേഷിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവളുടെ കോലം കണ്ടില്ലെന്ന് പറയുമ്പോ അവളെ ഇനി ആരന്വേഷിച്ചിട്ട് വരാനാ? അവിടെ ആരും അന്വേഷിച്ച് വരത്തൊന്നുമില്ല, അവർക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ എനിക്ക് തന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. ഒരു വിഷമത്തോടു കൂടി അലീന നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ഇത് കണ്ടു. അപ്പൊ സ്റ്റാൻലിനെ വഴക്കുറഞ്ഞ്, എന്താടാ നീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഏതായാലും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ എടുത്തിട്ട് പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതിന്റെ അപ്പുറം കേട്ടിട്ടുള്ളതാണല്ലോ. സ്വന്തം അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, പിന്നെ ഇതൊന്നും എനിക്ക് വലിയ കണക്കൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല മോളെ, അല്ല ഞാനേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ കാര്യം മുഴുവൻ പാട്ടായി, അവിടെ എല്ലായിടത്തും അറിഞ്ഞു. ഏതായാലും മോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം, എന്നിട്ടിപ്പം എന്നെ എന്റെ വല്യപ്പച്ചനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്കുക. ഇവിടെ നിന്ന് അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമോ? പപ്പാനെ നന്നാക്കാതെ എന്ന് പറഞ്ഞപ്പോ, മോളെ പറഞ്ഞു വിടണമെന്നുമുണ്ട് വിടണ്ടാന്നുമുണ്ട്. അല്ല അവരൊക്കെ എന്താ പറഞ്ഞത്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വല്യപ്പച്ച, ഈ സാധാരണ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരല്ലേ വരേണ്ടത്, അല്ല ഭാര്യമാരുടെ ചേച്ചിമാരല്ലല്ലോ എന്ന് പറയുമ്പോ, അതങ്ങനെയാ എന്റെ പൊന്നുമോളെ, അതൊരു കുടുംബം, ഒരു പ്രത്യേകത. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ലാലിച്ചനെ അവിടെയുള്ള കുടുംബക്കാർക്കൊന്നും ഇഷ്ടമല്ലെന്നേ, കണ്ണെടുത്താ കണ്ടുകൂടാ, ആർക്കും ഇഷ്ടമല്ല. ഇവൻ കുടിയും വലിയൊക്കെ ആയിട്ട് നടക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് അന്നൊക്കെയാ പറയുന്നത്, ആർക്കും അങ്ങോട്ട് ഇഷ്ടമല്ലെന്നേ, ഇവനെ അങ്ങോട്ട് പിടിക്കത്തില്ല. എന്ത് ചെയ്യാനാന്ന് പറ. അത് ചിലപ്പം കള്ളു കുടിച്ചിട്ടൊക്കെ ആയിരിക്കൂലോ, അത് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കൂലോ. അപ്പൊ അത് നിർത്തണം. നിർത്താനോ? അവനത് നിർത്താന്. അതെ, ഇത് നിർത്തിപ്പിക്കാനൊക്കെ ഒരു പാങ്ങുണ്ടെന്നേ. പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചാൽ അത് നടക്കും. എന്ത് ചെയ്യാനാ, ഈ പറയുന്ന 3 മക്കളുണ്ട്, ആ 3 മക്കളെയും അവിടെ അവളുടെ വീട്ടുകാരുമായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ആ മക്കൾക്ക് പോലും ലാലിച്ചത്തിന് കണ്ണിന് കണ്ടുകൂടാ. അതുകൊണ്ടാണോ പപ്പ ഇവിടെ തന്നെ ജീവിക്കുന്നത്? അതേന്നേ, പിന്നെ എന്ത് ചെയ്യാനാ, അവിടെ പോയാൽ പൊരുത്തപ്പെട്ടു പോകത്തില്ല, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക. അല്ലാതെ വേറെ എന്താ മാർഗം എന്ന് വെച്ചപ്പോ, ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടല്ലേ ജീവിക്കേണ്ടത്. അതെ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല വല്യപ്പച്ച. ഞങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ, അതായത് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമില്ലാതെ വളർന്നവരായോണ്ട് ഞങ്ങൾക്ക് ആ ബന്ധത്തിന്റെ വിലയൊക്കെ മനസ്സിലാവും. പക്ഷെ വല്യപ്പച്ചന്റെ മോൻ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ മോളെ, അതൊക്കെ പണ്ടേ നേരെയാകാനുള്ളതല്ലേ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തലതിരിഞ്ഞ് പോയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാ പിന്നെ ഞാൻ ഇനിയിപ്പോ ഇതിന് എന്ത് പറയാനാ. അപ്പോഴത്തേക്കും, അല്ല മോള് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മുടെ വല്യപ്പച്ചനും തീരുമാനിച്ചു, ഔതക്കുട്ടിയും തീരുമാനിച്ചു, ഔതക്കുട്ടിയും നിരാഹാരം കിടക്കുകയാണെന്ന്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിക്ക് മുന്നിൽ ഇപ്പൊ നിരാഹാരക്കാര്, അതായത് ഉപവാസം ഇരിക്കുന്ന 2 പേരുണ്ട്, അലീനയും ഔതക്കുട്ടിയും. ഇത് കണ്ടിട്ട് നമ്മുടെ
സ്റ്റാൻലിക്ക് ചോറിഞ്ഞു വന്നിട്ട് അച്ഛൻ എന്തിന്റെ സൂക്കേടാ ഇത്, അപ്പച്ചൻ നാട്ടു വിളിക്കുന്നത്, അപ്പച്ചൻ എന്തിന്റെ സൂക്കേടാ ഇത്, അപ്പച്ചൻ എന്താ അവളുടെ കൂടെ കൂടി എന്നെ തോപ്പിക്കാൻ നോക്കുകയാണെന്ന് വെച്ചപ്പോ നിന്ന് തോപ്പിക്കാൻ നോക്കുന്നൊന്നും അല്ലടാ. നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല, ആ പെങ്കൊച്ചു പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഏതായാലും നമ്മുടെ സ്റ്റാൻലി ആകെപ്പാടെ ഭയങ്കര പ്രശ്നത്തിലായി. നമ്മുടെ അലീനയെ കണ്ടിട്ട് സ്റ്റാൻലിക്ക് വിഷമവും വരുന്നുണ്ട്. അങ്ങനെ അലീന അവിടെ പ്രാവുകളുടെ കൂടെയും പട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാണ്. അങ്ങനെ നമ്മുടെ ആരാ സ്റ്റാൻലി ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി അടുക്കളയിൽ കയറി നമ്മുടെ അലീന ജോലി ചെയ്താൽ മതി, ഔസേപ്പ് ജോലി ചെയ്യണ്ടെന്ന്. അങ്ങനെ ഒരു തീരുമാനം ലാസ്റ്റ് നമ്മുടെ സ്റ്റാൻലി എടുക്കുന്നുണ്ട്. അതായിരുന്നു അലീനയ്ക്ക് വേണ്ടത്. അപ്പൊ ഏതായാലും ഇതിന്റെ ബാലൻസ് കഥയായിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ മുമ്പിലെത്താം. അപ്പൊ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷത്തിനായിട്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പുതിയ പുതിയ അപ്ഡേഷനൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അതേപടി നിങ്ങളുടെ ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിലേക്ക് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അപ്പം തന്നെ കയറി കാണുകയും ചെയ്യും. അപ്പം ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.